മച്ചാമാരെ നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു. കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാന്. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ഇത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും പെരുന്നാൾക്കൊക്കെ വലിയൊരുന്നാളിനൊക്കെ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇനിയിപ്പം ചെറിയ പെരുന്നാൾ നോമ്പിന്റെ സമയത്താണെങ്കിലും ചിലരുടെയൊക്കെ വകയായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായി. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നബിദിനത്തിന്റെ ചോറ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണനെ വരയ്ക്കുന്ന ചിത്രകാരിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു. ഏതായാലും ഇത് ആൾക്കാരിൻ്റെ താഴെ വരുന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കൾക്ക് ഇത് ചോറ് കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ, ഇത് കൊടുക്കില്ലേ, ഹിന്ദു ആയതുകൊണ്ടാണോ, ഇനി മതം മാറിയത് കൊണ്ടാണോ ജസ്ന സലീമിന് ഈ ചോറ് കൊടുക്കാത്തത് എന്ന രീതിയിലൊക്കെ വ്യാപകമായ രീതിയിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീഡിയോ ഇതിനൊപ്പം കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ലക്ഷങ്ങൾ കൊടുത്താലും അതുപോലെ ഇത്തരത്തിൽപ്പെട്ട ഒരു ചോറും അതുപോലെ തന്നെ ബീഫിൻ്റെ കറിയും കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ടേസ്റ്റാണ്, അത് വല്ലാത്തൊരു അനുഭവമാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിൽ ഏത് പള്ളിയിൽ പോയി വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ വാങ്ങാം, എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെക്കുകയാണ്. ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാർ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ചെയ്യുന്നത്, മുസ്ലിങ്ങൾ എന്ത് അദ്ദേഹത്തോട് തിരിച്ചു ചെയ്തു എന്നൊക്കെ നിങ്ങൾ കാണണം. ഈ ജസ്ന സലീമിന് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമുക്ക് ഹിന്ദുക്കളെ ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കാരണം കേരളത്തിൽ ഒരുപാട് മതങ്ങളും ജാതികളും എല്ലാം വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന നമുക്ക് കാണാം. ഈ നബിദിനം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, മതസൗഹാർദ്ദത്തിൻ്റെ കാഴ്ചയാണ്. കാരണം നബിദിനവും അതുപോലെ തന്നെ ഓണവും ഒന്നിച്ച് വന്ന പ്രത്യേകത കൂടി ഈ ഒരു പ്രാവശ്യത്തെ നബിദിനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മാവേലികൾ നമ്മുടെ നബിദിനത്തിൻ്റെ റാലിയിൽ വരുന്ന കുട്ടികളെ സ്വീകരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്പല കമ്മിറ്റികൾ പായസവും അതുപോലെ തന്നെ മധുര ലഡു വിതരണങ്ങളൊക്കെ നടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികളെല്ലാം തന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതും നബിദിനത്തിന് അവർക്ക് അതുപോലെ തന്നെ ചോറും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും പായസങ്ങളും എല്ലാം നൽകുന്ന കാഴ്ച നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ തെരുവീഥികളിൽ പരിചിതമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ചില ആൾക്കാർ ഇതിനെ വക്രീകരിച്ചുകൊണ്ട് ഈ നബിദിനത്തിൻ്റെ ചോറായതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് മതം മാറി എന്നല്ല മതമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ജസ്ന സലീമിന് ചോറ് കൊടുക്കാത്തത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻ്റ് അയക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണും. മച്ചാമാരെ നബിദിനായിട്ടേ ഞാൻ അങ്ങനെ പറയായിരുന്നു. കുറച്ച് പോത്തിറച്ചിയും കുറച്ച് നെയ്ച്ചോറും കിട്ടാൻ വല്ല വകുപ്പുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു ഞാന്. നമ്മുടെ കുന്നോളം മുതൽ പൊന്നാനി വരെയുള്ള ഏതെങ്കിലും പള്ളിയിൽ നമുക്ക് ഇത് വകുപ്പുണ്ടെന്ന് വെച്ചെങ്കിൽ പറ്റുവെച്ചെങ്കിൽ ഞാൻ വന്ന് മേടിക്കാം. ഒരു ഇച്ചിരി മതി, കൂടുതലൊന്നും വേണ്ട. അതെന്താ പറയുക, ഇത് കാശ് കൊടുത്ത പുറത്തുനിന്ന് കിട്ടും, പക്ഷെ അത് ആ പള്ളിക്ക് കിട്ടുന്ന ആ ഒരു നെയ്ച്ചോറിന്റെ ആ ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, അത് വേറെ ലെവൽ. അത് ഞാൻ എത്ര കായ് കൊടുത്താലും കിട്ടില്ല. ആ സാധനം അടിക്കാൻ അത് അവിടെ തന്നെ വരണം. അതുകൊണ്ട് പറഞ്ഞാണ്, ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ഇത് കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് മേടിക്കാം. അപ്പൊ നിങ്ങളെ പരിപാടികൾ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചെതറട്ടെ. എല്ലാവർക്കും നബിദിന ആശംസകൾ ഇട്ടാ. ഇനിയിപ്പോ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും വിളിച്ചാലും അതൊന്നും വിഷയമല്ല. എല്ലാവരും നബിദിന അടിപൊളിയായിട്ട് ചെതറട്ട പരിപാടികൾ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം തന്നെ പറയും, നിങ്ങൾ കേട്ട് കാണും. എൻ്റെ അടുത്തുള്ള പ്രദേശത്ത് നിന്ന് ആരെങ്കിലും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിന്ന് എനിക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ പോയി വാങ്ങിക്കൊള്ളാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ചോറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് എന്നദ്ദേഹം പറയുന്നുണ്ട്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ കൊടുത്താൽ നെയ്ച്ചോറും ബീഫൊക്കെ എല്ലായിടത്തിനും പോയി കിട്ടും. പക്ഷേ അത് വേറെ ഒരു ഫീലിംഗ് ആണ്.
അത് വേറെ ഒരു ഫീലിംഗ് ആണ്. ഇതൊരു ഹൈന്ദവ സഹോദരനാണ്, അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങളോടാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം അദ്ദേഹം ഒരു ഹൈന്ദവനായതുകൊണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ അവർക്ക് മാത്രം പാചകം ചെയ്യുന്ന ചോറാണ്, അത് അവരുടെ വീടുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, ഹൈന്ദവന് കൊടുക്കില്ല എന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് എഴുതിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള അദ്ദേഹം താമസിക്കുന്ന നാട്ടിലെ മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അവിടെ പ്രവർത്തിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് എന്താണ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആ വീഡിയോയിലേക്ക്. കുടുംബക്കാർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള നെയ്ച്ചോറാണ് പിള്ളേര്. പേര് പറഞ്ഞെ നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം നാട് വെളിയങ്കോട് അയ്യോട്ടിച്ചേരാനേട്ട മച്ചാന് വിളിച്ചിട്ട് തന്നെ വളരെയധികം സന്തോഷം. തൂക്കുവാർത്തത്തില് നെയ്ച്ചോറ് ഇതല്ലേ ബീബല്ലേ ഏതോ മണമൂട്ടും ബീബും നെയ്ച്ചോറും എന്റെ ഫേവറേറ്റ് ഐറ്റാണത് നെയ്ച്ചോറും ബീബും. അതിന്റെ കുറച്ച് പലയാടാ സോറിട്ട് എല്ലാവരോടും. അപ്പൊ ഇപ്രാവശ്യം നബിദിനം വിളി തൂക്കിയിട്ടുണ്ട്. മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ഒരുപാട് ഒരു എമ്പരപ്പുണ്ട്. എല്ലാവരോടും നന്ദി എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാവർക്കും നബിദിന ആശംസകള്. നാളെ ഓണാണ്. ഇതേപോലെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ് നമുക്ക് ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. എന്തായാലും വേറെ ദിവസം ഞാൻ പറഞ്ഞു ഒന്നിരിക്കണം കേട്ടാ. അപ്പൊ നിങ്ങളെ പരിപാടിയിൽ നടക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ചെതറട്ടെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇതാണ് സംഭവം, ഇതാണ് കേരളം. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എവിടെയും നമ്മൾ സ്നേഹത്തിന് ഒരു അതിർവരമ്പും ആരും വെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കണം, ആ സഹോദരങ്ങൾ ഒരു പേക്ക് ചോറ് ചോദിച്ച അദ്ദേഹത്തിന് 2-3 പേക്ക്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് മൊത്തം തിന്നാനുള്ള ചോറും ബീഫുമായിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ സ്നേഹിതർ തീർച്ചയായിട്ടും ഇവിടെ വന്നത്. ഈ ഓണത്തിന് നിങ്ങളെനിക്ക് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരോ ഒന്ന് മരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രാവശ്യം ഓണം കഴിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കാൻ എനിക്ക് പറ്റുന്നില്ല, മറ്റൊരു ദിവസം നമുക്കിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് സ്നേഹം. ഇവിടെ എവിടെയാണ് നമ്മൾ മറ്റുള്ള മതസ്ഥരെ നമ്മൾ അകറ്റി നിർത്തുന്നത്? നബിദിനത്തിൻ്റെ ചോറ് തന്നെയാണ് ആ ഹിന്ദു സഹോദരന് ആ മുസ്ലിം സഹോദരങ്ങൾ കൊടുത്തത്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ ഒരു ആഘോഷം വരുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനോ കൂട്ടിപ്പിടിക്കുന്നതിനോ ഒന്നും തന്നെ ഒരു തകരാറുമില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി. ജസ്ന സലീം നിങ്ങൾ കണ്ടു കാണും, എന്തെടുത്ത് കഴിഞ്ഞാലും ഒരു മതത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു മതത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ മതത്തിനെ തെറി പറയുക, എന്നിട്ട് മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, അതിൻ്റെ പിന്നാലെ പോവുക. എങ്ങനെയൊക്കെ ആ മതത്തിനെ തെറി പറയാൻ വേണ്ടി പറ്റുമോ ആ അവസരങ്ങളൊന്നും പായാക്കാതെ പറഞ്ഞ് വളരെ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വ്യാഖ്യാനങ്ങൾക്കും എല്ലാം ഇടം കൊടുക്കുന്ന ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ട ഒരു പ്രകൃതിയാണ്. ഇതുകൊണ്ടൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞ അവരുടെ മക്കളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എല്ലാ കുട്ടികളും നബിദിനത്തിന് പോയി പങ്കെടുത്തു, എല്ലാവരും റാലിയിൽ പങ്കെടുത്തു. പക്ഷേ ജസ്ന സലീമിൻ്റെ കുട്ടികളെ മാത്രം മാറ്റി നിർത്താനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ തന്നെ ചിന്തിക്കണം. അവരാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടതും അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടതും. അവർ ഇവിടെ മതം മാറിപ്പോയത് കൊണ്ടൊന്നും കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എന്നല്ല എവിടെയും ഒരു മതത്തിനും ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. അവർക്ക് മതമുണ്ടെങ്കിലോ മതമില്ലെങ്കിലോ ഇസ്ലാം മതവിശ്വാസി ആയാലോ ഹൈന്ദവ മതവിശ്വാസി ആയാലോ ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. ജസ്ന സലീം പറഞ്ഞു വെക്കുന്നത്, ഞാൻ കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചിട്ടാണോ എനിക്ക് ചോറ് തരാത്തത്, ഞങ്ങളും മനുഷ്യന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ജസ്ന സലീമിൻ്റെ ആ ചെറിയ വാക്കുകൾ നമുക്കൊന്ന് കാണാം. ഇതിന് മുന്നേ ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ ചെയ്തതാണ്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ായിട്ട് എവിടുന്നും ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പൊതുവെ പള്ളിയിൽ നിന്ന് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലേക്കും കിട്ടുന്നത് പോണം ഞങ്ങളുടെ വീട്ടിലേക്കും തരാറുണ്ടായിരുന്നു. പെരുന്നാളാണെങ്കിലും പെരുന്നാൾക്കൊക്കെ വലിയൊരുനാളിനൊക്കെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, ഇനിയിപ്പം ചെറിയ പെരുന്നാൾ നോമ്പിൻ്റെ സമയത്താണെങ്കിലും ചിലരുടെയൊക്കെ വകയായിട്ട് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ വീട്ടിലെ പോലെയും ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾക്കും എത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം എന്തോ പള്ളി കമ്മിറ്റിക്കാരോട് ഞങ്ങളെ മറന്നുപോയതായിരിക്കാം, മേ ബി ഇനി ഏതോ എനിക്കറിയില്ല. പിന്നീട് ഇങ്ങോട്ട് ഒരു നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഒരു പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും ഒരു നബിദിനത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാ വീട്ടിലും കൊടുക്കുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും തരാറില്ല. ഞങ്ങൾ മാത്രം ഈ ഏരിയയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്.
വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ചോറും കൊണ്ട് പോകുന്ന നമുക്ക് എൻ്റെ മോനൊക്കെ പള്ളിയിൽ പോയാൽ ഒരിക്കലും മദ്രസയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ പള്ളിയിൽ പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് എൻ്റെ മകനെ ഞാൻ ഇവിടെ പള്ളിയിൽ പറഞ്ഞേക്കാറില്ല കേട്ടോ. പക്ഷെ എൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പം ഉമ്മയും ഏട്ടത്തിയൊക്കെ വിളിച്ച സമയത്ത് ഏട്ടത്തി പറഞ്ഞു അവിടെ മഞ്ഞച്ചോറും കറിയാണ്, ഉമ്മ പറഞ്ഞു നെയ്ച്ചോറും ബീഫും ആണ്. ഈ ഞങ്ങളുടെ ഇവിടെ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് വീട്ടിലോട്ട് തന്നില്ല, സ്വാഭാവികം, കുഴപ്പമില്ല. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരു ചിത്രം വരച്ചതിൻ്റെ പേരിലാണോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം ഇന്ന് എല്ലാ വീട്ടിലും കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മാത്രം തരാണ്ടിരുന്നപ്പോൾ ഒരു വിഷമം തോന്നി. ഒരു പിടി ചോറ് അത്രയല്ല, നമുക്കൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് വെക്കുന്നുണ്ടാവും. ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് ബിരിയാണി തന്നെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമുക്ക് പുറത്തുനിന്ന് ഈ മദ്രസയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ഫീല്. നമുക്ക് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഫീലാണത്. വലിയ പെരുന്നാളിന്, അതിൻ്റെ മുമ്പത്തെ നോമ്പിന്, പെരുന്നാളിനൊക്കെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വീട്ടിലും എല്ലാവരും സാധനങ്ങൾ കൊടുക്കുന്നത്, നമ്മുടെ വീട്ടിൽ മാത്രം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ജസ്ന പറയുന്ന കാര്യങ്ങൾ. ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഹൈന്ദവ വിശ്വാസി ആയതുകൊണ്ടോ മതം മാറിയത് കൊണ്ടോ തട്ടമിടാത്തത് കൊണ്ടോ ഒന്നുമല്ല ജസ്ന സലീമിന് ചോറ് കൊടുക്കാത്തത്. ഇനി ഗതികേടിനെറ്റാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അരിയുടെ നീളത്തിന് കൂടിപ്പോയി, അല്ലെങ്കിൽ കാമാറോസ് കൊണ്ടല്ല നെയ്ച്ചോറ് വെച്ചത്. ഇതൊക്കെയാണോ കൊടുക്കുന്നത് കുട്ടികൾക്ക്? ഇതൊക്കെ കൊടുത്താൽ വയറ് കേടാവില്ലേ? പോത്ത് മൂത്തുപോയി വളരെ പ്രശ്നങ്ങളായിരിക്കും. ഇനി അത് ഹലാലാണോ അത് ഹറാമാണോ, ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വ്യാപകമായ രീതിയിൽ ഒരു ലൈവ് കൂടി വന്നിട്ട് അതിനെ എങ്ങനെയൊക്കെ കീറിമുറിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയായിരിക്കണം ആ മഹല്ലിലെ നിവാസികൾ തീർച്ചയായിട്ടും ആ സഹോദരിയെ മാറ്റി നിർത്തിയത്. അല്ലാതെ അവരോട് പ്രത്യേകിച്ച് വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ കുട്ടികൾ പള്ളിയിൽ പോയിരുന്നു എങ്കിൽ, ജസ്ന സലീമിൻ്റെ മക്കൾ പള്ളിയിൽ പോയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അവരെ അവിടെ ആരും തന്നെ അതിന് തടയുകയുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അതിനൊന്നും പറഞ്ഞേക്കാതെ കുട്ടികളെ വീട്ടിൽ പിടിച്ചിരുത്തിയിട്ട് പോകണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കാം കുട്ടികൾ പോകാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായത്. പക്ഷേ നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ വിലയിരുത്താൻ വേണ്ടി പോകരുത് എന്ന് സവിനയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ അവർ ഹൈന്ദവരാണ്, നല്ല മനുഷ്യന്മാരാണ്, സ്നേഹത്തിൻ്റെ ഉടമകളാണ്. അവരെ തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിമീങ്ങൾ കൂട്ടിപ്പിടിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ രണ്ടും കെട്ട രീതിയിൽ നിൽക്കുന്ന നിങ്ങൾക്കൊരു സപ്പോർട്ടും കേരളത്തിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ ഒന്നുകിൽ ഹൈന്ദവ മതത്തിൽ പോയി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹജീവൻ നിങ്ങളെ കെട്ടിപ്പിടിക്കും, നിങ്ങളെ കൂട്ടിപ്പിടിക്കും, നിങ്ങളുമായിട്ട് സ്നേഹം പങ്കുവെക്കുക ഒക്കെ ചെയ്യും. പക്ഷെ അതുപോലെ തന്നെയാണ് മുസ്ലിമും. നിങ്ങൾ മുസ്ലിം മതത്തിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ അവർ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളെ ആദർശങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും എല്ലാം ചെയ്യുള്ളൂ. അല്ലാത്ത കാലത്തോളം തീർച്ചയായിട്ടും നിങ്ങളെ മാറ്റി നിർത്തപ്പെട്ടേക്കാം. പെട്ടു എന്നല്ല, പെട്ടേക്കാം. അങ്ങനെയും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെ ആത്യന്തികമായിട്ട് വരുന്ന വിന എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളാണ്. ആ മക്കൾക്ക് നാളെ പ്രായപൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്വന്തം തീരുമാനമെടുത്തിട്ട് ജീവിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയാണ്. അതുവരെ നിങ്ങളുണ്ടാക്കി വെച്ച ഈ ഭവിഷ്യത്ത് നിങ്ങളുടെ മക്കൾ വരെ അനുഭവിക്കേണ്ട ഒരു ഗതികേടിലാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും കേരളത്തിൽ നബിദിനത്തിൻ്റെ ചോറ് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ അങ്ങനത്തെ യാതൊരു വകഭേദവുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരപ്പെട്ട വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. കാരണം നമ്മുടെ ഒരു എല്ലാവരും ഒന്നിച്ച് കഴിയുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട ഈ പ്രസ്താവനകളെല്ലാം തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കുമെന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കാണുക. എല്ലാവരും കാണട്ടെ. ആ ഹൈന്ദവ സഹോദരന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.